പശ്ചിമേഷ്യയിലെ ഗസയിൽ വെടിനിർത്തൽ ഇസ്രയേൽ സമ്മതിച്ചു എന്ന വാർത്ത വരികയാണ്. അപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നു. മാത്രമല്ല ഡൊണാൾഡ് ട്രംപാണ് ഈ പ്രഖ്യാപനം എന്ന് നടത്തിയത്. നെതന്യാഹു സമ്മതം മൂളി എന്നാണ് വിവരം. എന്തായാലും സമാധാനം നടപ്പിലാക്കാൻ താൻ ശ്രമിക്കുന്നു എന്നുള്ള അവകാശവാദമായിട്ടാണ് അദ്ദേഹം വരുന്നത്. ഇത്രയും കാലം ഇസ്രയേലിന് പിന്നിൽ നിന്ന് ഈ ആയുധം അണിയിച്ച് അവരെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന അതേ ഡൊണാൾഡ് ട്രംപാണ് സമാധാനത്തിൻ്റെ സന്ദേശവാഹകനായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പി ജെയിംസ് ചേരുന്നു. ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരേ സമയം സമാധാനത്തിൻ്റെ കാംക്ഷി, അതേസമയം യുദ്ധോപകരണം വിൽക്കാനുള്ള തന്ത്രപ്പാട്, ഇത് രണ്ടും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകാരനെ സജീവമാക്കുന്നത്. എസ് പറഞ്ഞത് വളരെ ശരിയാണ്. ഈ കച്ചവടവും സമാധാനവും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം. അതിനിടയ്ക്ക് യുദ്ധവും ബ്ലാക്ക് മെയിൽ ചെയ്യണമെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഈ തരത്തിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ലോക രാഷ്ട്രീയത്തിൽ തന്നെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് ഇപ്പോൾ പറഞ്ഞത് നാളെ മാറ്റി പറയും. ട്രംപിനെ പോലെ ട്രംപ് മാത്രം എന്ന് മാത്രമല്ല, ട്രംപിനെ ആര് പറഞ്ഞാലും ഒരുപക്ഷെ ട്രംപ് കേൾക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ ഇതിൽ നിർബന്ധപൂർവം താൻ സമാധാനം കൊണ്ടുവന്നു എന്ന് പ്രഖ്യാപിക്കാൻ ട്രംപിന് വലിയ താല്പര്യമുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായി വന്നത് ഗസയിലെ വെടിനിർത്തൽ സംബന്ധിച്ചാണ്. വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചുവെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു. നേരത്തെയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടെയും അവിടെ വെടിനിർത്തൽ ഉണ്ടാവും, ഏറ്റുമുട്ടൽ അവസാനിക്കുമെന്ന് ആദ്യം പറഞ്ഞത് ട്രംപ് തന്നെയാണ്. ഇന്ത്യ ട്രംപിൻ്റെ മധ്യസ്ഥത തള്ളിയെങ്കിലും പാകിസ്ഥാൻ അംഗീകരിച്ചതുണ്ടായി. പിന്നീട് ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടൽ അതിരൂക്ഷമായി തുടരുമ്പോഴും ട്രംപാണ് പ്രഖ്യാപനം നടത്തിയത്. ഇപ്പോൾ പുതിയൊരിത് വന്നിരിക്കുന്ന ഗസയിൽ മാത്രമല്ല ഉക്രൈനിലും സമാധാനം കൊണ്ടുവരാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി ഉക്രൈനിലേക്കുള്ള ആയുധം നേരത്തെ ജോ ബൈഡൻ്റെ കാലത്ത് തീരുമാനിച്ചതാണ്. ആയുധങ്ങൾ അയക്കുന്നത് ട്രംപ് തടഞ്ഞിരിക്കുന്നു. ഒരു സമ്മർദ്ദ തന്ത്രം ട്രംപ് കൊണ്ടുവരികയാണ്. ഗസയിൽ 60 ദിവസത്തെ വെടിനിർത്തൽ ഇസ്രായേൽ സമ്മതിച്ചുവെന്നാണ് ട്രംപ് പറയുന്നത്. ഇനി ഹമാസ് സമ്മതിച്ചാൽ മതി എന്നാണ് ഇരിക്കുന്നത്. ഹമാസിനെ സമ്മതിപ്പിക്കാൻ ഖത്തറിനെയും ഈജിപ്തിനെയും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ തിങ്കളാഴ്ച വൈറ്റ് ഹൗസിൽ വെച്ച് കണ്ട് തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത്. സംഭവിക്കുമെങ്കിൽ വലിയ ആശ്വാസകരമായ വാർത്തയാണ്. യുദ്ധങ്ങൾ അവസാനിക്കട്ടെ. പ്രത്യേകിച്ച് 57,000-ഓളം, ഏതാണ്ട് 56,600 കൃത്യമായി പറഞ്ഞാൽ പാലസ്തീനികൾ കഴിഞ്ഞ 20 മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടു. അപ്പുറത്താണെങ്കിൽ ഇസ്രായേലിൽ ഒക്ടോബർ 7-ന് ഹമാസ് കയറി ആക്രമിച്ചതിൻ്റെ പേരിൽ 1200 പേരാണ് ഒറ്റ ദിവസം കൊല്ലപ്പെട്ടത്. 250 പേരെ ബന്ദികളാക്കി കൊണ്ടുപോയി. അതിൽ 50 പേരെ ഇനിയും വിട്ടയക്കാനുണ്ട്. അതിൽ 30 പേർ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരണമടഞ്ഞു എന്നാണ് അറിയുന്നത്. ഇനി 20 പേരാണ് ശേഷിക്കുന്നത്. അപ്പോൾ ഈ ബന്ദികളെ വിട്ടുകൊടുക്കുക ഇസ്രായേലിന്, പകരം യുദ്ധം നിർത്തുക, വെടിനിർത്തൽ, തൽക്കാലം വെടിനിർത്തൽ. പക്ഷേ ഇപ്പോൾ ഇവർ തമ്മിൽ യോജിക്കാത്ത ഇസ്രായേലിനോട് പൂർണ്ണമായിട്ട് ഗസയിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകാനാണ് ഹമാസ് ആവശ്യപ്പെടുന്നത്. അത് ഇസ്രായേൽ വഴങ്ങുന്നില്ല. എന്നെല്ലാം നെതന്യാഹുവിനെ മെരിക്കാൻ ട്രംപ് ആവത് ശ്രമിക്കുന്നുണ്ട്. ട്രംപിന് അതിൻ്റെ ക്രെഡിറ്റ് വേണം. കാരണം ട്രംപ് അധികാരം ഏൽക്കുന്നതിന് ഒരു ദിവസം മുമ്പാണ് നേരത്തെ ജോ ബൈഡൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അത് 2 മാസം പോയി. പിന്നീട് അത് തുടരാൻ ട്രംപിന് കഴിഞ്ഞില്ല. അപ്പോൾ ട്രംപ് അതിനുവേണ്ടിയുള്ള വളരെ ഇതായിട്ടുള്ള ശ്രമത്തിലാണ്. ആ ശ്രമം വിജയിക്കുമെന്ന് അറിയില്ല. എന്നാലും യുക്രൈൻ യുദ്ധവും ഇസ്രായേലിലെ ഏറ്റുമുട്ടലും തുടരുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ ഗസയിൽ മാത്രം കൊല്ലപ്പെട്ടത് 110 പേരാണ്. അതിൽ ഗസയിലെ ഒരു സീ ഫ്രണ്ട് കഫയിലെ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും അടക്കം 20 പേർ കൊല്ലപ്പെട്ട് അവർ എല്ലാവരും വന്ന് ഒത്തുകൂടുന്ന ഒരു കഫയാണത്. അവിടെ വളരെ പ്രശസ്തരായിട്ടുള്ള ചലച്ചിത്രകാരൻ, വിഷ്വൽ ആർട്ടിസ്റ്റ് അടക്കമുള്ളവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഗസ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോവുക. അവിടെ ഭക്ഷണത്തിന് കാത്തിരുന്ന ആൾക്കാർ ഈ മണിക്കൂറുകളിലും 20 പേർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയുന്നത്. മൊത്തം 600-ലേറെ പേർ ഭക്ഷണത്തിന് ക്യൂ നിന്ന് വെടിയേറ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ ദലൈലാമയുടെ 90-ാം പിറന്നാൾ വരികയാണല്ലോ. ഈ പിറന്നാൾ ദിനത്തിൽ ഈ പിൻഗാമി അദ്ദേഹം പ്രഖ്യാപിക്കുന്ന വാർത്ത വരുന്നുണ്ട്. പക്ഷേ ചൈനക്കാരനല്ലാത്ത ഒരാളെ ഇദ്ദേഹം കയറി പ്രഖ്യാപിച്ചു കളയുമെന്ന് പേടി ചൈനയ്ക്കുണ്ട് താനും. വിവരങ്ങൾ ഈ ടിബറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രമുണ്ടല്ലോ. നമുക്കറിയാം 1959 ചൈനയിൽ നിന്ന് മറ്റേ പ്രത്യേക വേഷമൊക്കെ ധരിച്ചാണ് 12-ാം വയസ്സിൽ ഇദ്ദേഹം രക്ഷപ്പെട്ടത്. അന്ന് ദലൈലാമ അവിടുന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിലെത്തി ധർമ്മശാലയിലെ ആശ്രമം സ്ഥാപിച്ച് ഇവിടെ ഇരുന്നുകൊണ്ടാണ് ടിബറ്റിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടും ടിബറ്റിൻ്റെ പാരലൽ ഗവൺമെൻറ് ഇന്ത്യയിലാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ 90-ാം പിറന്നാൾ വരുന്ന വലിയ ആഘോഷങ്ങളാണ് ഇന്ത്യയിലെ ധർമ്മശാലയിൽ ഒരുക്കിയിട്ടുള്ളത്. അവിടെ 3 ദിവസത്തെ ഇൻ്റർ റിലീജിയസ് ആഗോള സമ്മേളനം നടക്കുന്നുണ്ട്. അതിൻ്റെ ഒടുവിൽ ഒരുപക്ഷെ
പലതവണ ദലൈലാമ പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് ചൈനക്കാരനല്ലാത്ത, ഇതുവരെ ചൈനക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ, ചൈനക്കാരനല്ലാത്ത അല്ലെങ്കിൽ ടിബറ്റിൻ്റെ പുറത്തുള്ള ആൾക്കാർ ആരെങ്കിലും പിൻഗാമിയായി വന്നേക്കാം, അതിലൊരു പക്ഷേ സ്ത്രീ ആയാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ള തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതാണ് ചൈനയെ വല്ലാതെ ചൊടിപ്പിച്ചത്. ചൈന പറഞ്ഞിരിക്കുന്നത് ഇത് ഞങ്ങളുടെ അധികാരമാണ്, അടുത്ത ദലൈലാമയെ ഞങ്ങൾ പ്രഖ്യാപിച്ചോളാം എന്നുള്ളതാണ്. ഇത് ലോക രാഷ്ട്രീയത്തിൽ തന്നെ സ്വാധീനം ചെലുത്തുന്ന കാരണം ദലൈലാമമാർക്ക് ലോകത്ത് ഇപ്പോൾ ദലൈലാമയ്ക്ക് നൊബേൽ സമ്മാനം കിട്ടിയ ആളാണ്, വലിയ രീതിയിലുള്ള സ്വീകാര്യതയുണ്ട്. ടിബറ്റൻ ബുദ്ധിസത്തിൻ്റെ പരമാചാര്യനാണ്, ടിബറ്റ് എന്ന രാജ്യത്തിൻ്റെ പരമാധികാരിയാണ്. 1959 അവർ പിടിച്ചടക്കുകയായിരുന്നു ടിബറ്റ്. ഇന്ത്യ അറിയാതെ അതിന് അംഗീകാരവും കൊടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ടിബറ്റ് ചൈനയുടെ ഭാഗമായിരിക്കുന്നത്. ടിബറ്റ് ഒരു പക്ഷേ വേറെ രാജ്യമായി നിന്നിരുന്നെങ്കിൽ ചൈനയും ഇന്ത്യയും തമ്മിൽ അതിർത്തി തർക്കം പോലും ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. എസ്കെൻ, എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വല്ലാത്ത ഇത് നടക്കണം. അതിനിടയിൽ വലിയൊരു സംഭവം ഉണ്ടായിരിക്കുന്ന എസ്കെൻ, ടിബറ്റിലെ ജനങ്ങളുടെ ഒരുപാട് ആൾക്കാരുടെ പ്രദേശങ്ങൾ മുങ്ങിപ്പോകുന്ന രീതിയിൽ ഗുങ്ടാവു എന്ന ഡാം നിർമ്മിക്കാനായിട്ട് ചൈന അവസാന ഒരുക്കത്തിലാണ്. അതിനെതിരെ പ്രക്ഷോഭം അതിശക്തമായി എന്ന് BBC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ലാത്തി ചാർജ്, അവിടുത്തെ ടിബറ്റൻ സന്യാസികളെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു, അതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ. പക്ഷേ അവിടേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. ടിബറ്റിൽ ഇത് വന്നാൽ 5000-ഓളം പേര് ഒഴിപ്പിക്കാനുള്ള ടെൻഡർ നോട്ടീസ് വന്നപ്പോഴാണ് ഇത് പുറത്തു വരുന്നത്. 5000 പേര് ഇത് ചെയ്യുന്നു. പഴയ ഈ ടിബറ്റൻ ഇതിൻ്റെ ആയിരക്കണക്കിന് വർഷമുള്ള ഒരുപാട് പഴയ പുരാവസ്തു ഒക്കെയുള്ള ക്ഷേത്രങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷനും സാംസ്കാരിക സ്ഥാപനങ്ങളൊക്കെ മുങ്ങിപ്പോവും. അതിനെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ടിബറ്റിൽ ആരംഭിച്ചിട്ടുള്ളത്. ഇത് പുറത്തേക്ക് വാർത്തകൾ വിടാതിരിക്കാൻ ചൈന ശ്രമിക്കുമ്പോൾ ഈ വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടിബറ്റും ചൈനയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറിയിരിക്കുന്നത്. ടിബറ്റിൻ്റെ പേരിലാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധം തന്നെ 1962 ഉണ്ടായതെന്നുള്ള കാര്യം അറിയാവുന്നതാണ്. എന്തായാലും അടുത്ത ഞായറാഴ്ചയാണ് പിറന്നാൾ. അന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്തായിരിക്കും ദലൈലാമ സംസാരിക്കുക. താങ്ക് യു BP ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായി PP നാളെ വരും.